ഇപ്പൊ സമയത്രേ സമയം വെറും 8:15. നമ്മള് ഇപ്പം ലൊക്കേഷനിൽ കാണിക്കുന്ന വെച്ചിട്ട് 1 o'clock ആകുമ്പോഴത്തേനും എഡിൻബ്ര എത്തും. കുറേ നാളുകൾക്ക് ശേഷം 1 yearക്ക് മേലായി നമ്മളൊരു പ്രോപ്പർ ട്രാവല് നടത്തിയിട്ട് ലൈക്ക് ഒരു സ്റ്റേ ഒക്കെ എടുത്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡിനേക്കാൾ കൂടുതൽ കുറെ നാളായിട്ട് ചെയ്യാത്തത് കൊണ്ടൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള ഡ്രൈവ് തന്നെ എനിക്ക് ഭയങ്കര ലൈക്ക് നമുക്കതിങ്ങനെ ഒരു വേർഡിലൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല സൺറൈസ്, നല്ല സ്കൈ, എന്ത് രസമായിരുന്നു കാണാനായിട്ട്. നോർവിച്ച് ടു സ്കോട്ട്ലൻഡ് ഞങ്ങൾക്ക് വരുന്ന ട്രാവൽ ടൈം ഒരു 7.5 മണിക്കൂറൊക്കെയാണ്. പക്ഷെ ഞങ്ങളെടുത്ത ബ്രേക്കൊക്കെ കുറച്ചധികം കൂടിപ്പോയതുകൊണ്ട് സമയം അത്ര കാര്യമായിട്ട് കയ്യിൽ നിന്നൊന്നുമില്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റഡ് ടൈമൊക്കെ ഇല്ലേ, അതൊക്കെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ വെതർ അതൊരു ലക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡ് എത്തി. ഇതേ മഴയും തുടങ്ങി. ഇംഗ്ലീഷ് വെതർ പൊതുവെ അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ പറയുമെങ്കിലും ഈ സ്കോട്ടിഷ് വെതർ ഉണ്ടല്ലോ, അത് എല്ലാ 10 മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാലാവസ്ഥ വർത്തമാനം അവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് ഈ മുന്നിൽ കാണുന്ന വ്യൂവിനെ ഒന്ന് പ്രശംസിച്ചേക്കാം. എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സ്കോട്ട്ലൻഡ് ബോർഡർ ക്രോസ് ചെയ്തിപ്പം എഡിൻബ്ര എത്താനായിട്ട് ഇനി 15 minutes. നമ്മുടെ ഇന്നത്തെ ഐറ്റിനറിയിലെ ഫസ്റ്റ് കാര്യം ചെല്ലുക എഡിൻബ്ര കാസിൽ കാണുക എന്നുള്ളതാണ്. പക്ഷെ എഡിൻബ്ര കാസിൽ കാണാൻ പറ്റുമോ കയറാൻ പറ്റുമോ നമുക്ക് ഇപ്പോഴും 100% ഷുവർ ഇല്ല. കാസിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സ്ലോട്ട് വരുന്നത് 2:30 to 3 o'clock ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്ലോട്ടാണ്. പക്ഷെ ഞങ്ങൾ എത്തുന്ന ടൈം ഇവിടെ എസ്റ്റിമേറ്റഡ് ടൈം ഇപ്പം 2:45 കാണിക്കുന്നത്. 2:45 എത്തി വണ്ടി പാർക്ക് ചെയ്ത് അറിയില്ല, ഫിംഗേഴ്സ് ക്രോസ്ഡ് എത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്നു. സ്കോട്ട്ലൻഡിലേക്ക് കേറിയപ്പോ തൊട്ട് ഭയങ്കര രസമുള്ള വ്യൂ. ഐ വിൽ ഷോ യു. ലൈക്ക് കണ്ടോ, ഭയങ്കര 2 സൈഡും കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല രസമുള്ള സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡ്രൈവിന് അടിപൊളി വ്യൂ ആണ്. നമ്മൾ കയറി വരുമ്പം സ്കോട്ട്ലൻഡ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മീഡോസും ഒരു സൈഡിൽ കടലുമായിരുന്നു. ഇനി അങ്ങോട്ട് പറഞ്ഞാൽ കുളവും. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ ഇനി നമുക്ക് കാസിലിൽ ചെന്നിട്ട് കാണാം. ആണ് അത് നോട്ടറി ആണോ അത് കാണിക്കുന്നത് തോന്നുന്നു കണ്ടിട്ട്. എല്ലാം കൊണ്ടിട്ടിട്ട് ഓടാൻ പറ്റുമെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതാ ഇവിടെ എൻട്രി. പോന്നേരത്ത് പേ ചെയ്താ പോരെ? അതല്ലേ ഗ്യാസില് മേളിൽ കാണുന്നത്. ഫൈനലി നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി. ഗ്യാസിൽ തൊട്ട് മുകളിലുണ്ട്. അവിടെ വരെ ഓടി നടന്നെത്തണം. നടന്നെത്തില്ല, ഓടിയെത്തണം. ബാ ഓടി, നീ ഓടാന്ന് പറഞ്ഞിട്ട്. അൽബി ഓടറാ ഓട്ടോണ്. ഗ്യാസിലെത്തി. 5 മിനിറ്റ് കൂടി ഉണ്ട്. നമ്മൾ ഈ കാസിലേക്ക് ഒന്ന് എൻട്രി ചെയ്യുന്നവരെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓട്ടോ പ്രദക്ഷിണമൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് കാസിൽ മൊത്തം നടന്ന് കാണാനുള്ള സമയവും സാവകാശവും ഒക്കെ ഉണ്ട്. കാസിൽ അടയ്ക്കുന്നത് 5 o'clock അപ്പം ലാസ്റ്റ് സ്ലോട്ട് 3 o'clock സ്ലോട്ടിൽ കയറിയാലും 2 hours നമുക്ക് കാസിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എഡിൻബ്ര കാസിലിൽ നിന്നിട്ട് എഡിൻബ്ര സിറ്റിയിലേക്കൊരു വാസ്റ്റ് വ്യൂ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. എനിക്കങ്ങനെ കാസിലുകൾ കണ്ടിട്ടുള്ള ഒരു പരിചയമോ പരിജ്ഞാനോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ലേ, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കാസിലിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇതിലേക്ക് കയറി ഇറങ്ങി നടക്കുന്നത്. ഓൾസോ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ അടുത്തറിയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് രസമാണ്. പിന്നെ ഓൾസോ സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, ഈ 2 രാജ്യങ്ങൾ ഇവരുടെ കശപിശ ടെറിട്ടറി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, പിന്നെ തിരിച്ചു വാങ്ങുന്നു. ഇത്തരം ഹിസ്റ്ററി കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലല്ലോ, എല്ലാം ഒരു ചടപ്പാണല്ലോ. പക്ഷെ ആ ഒരു ചടപ്പില്ലാതെ മടുപ്പില്ലാതെയൊക്കെ നമുക്കിത് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്ന ഒരു റെപ്രസെൻറ്റേഷനൊക്കെ അവിടെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത പോയിന്റ്, അന്നത്തെ സ്കോട്ട്ലൻഡ് രാജാവിന്
7 വയസ്സായിരുന്നു പ്രായം. പിന്നെയാണോ ഇംഗ്ലീഷുകാർ തട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നത്. എന്താണേലും സ്കോട്ട്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എഡിൻബറ കാസിൽ ഒരു മസ്റ്റ് വിസിറ്റ് പോയിന്റ് ആണെന്ന് പറയുന്നതിന്റെ റീസൺ ഈ കാസിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലായി. കാസിലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ എഡിൻബറ സിറ്റിയിലേക്കാണ് ഇറങ്ങിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ റോയൽ മൈലിൽ കൂടെ നടക്കുക എന്നുള്ള ഒരു മെയിൻ അജണ്ട തന്നെയാണല്ലോ. അപ്പം ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള പ്ലാൻ. അറൗണ്ട് ഒരു 3 o'clock ഒക്കെ ആയപ്പോഴാട്ടോ നമ്മൾ എഡിൻബറയിൽ എത്തുന്നത്. നമുക്ക് ഈ സിറ്റിയിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമും ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷെ കയ്യിലുള്ള സമയം വെച്ചിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ സിറ്റി കവർ ചെയ്തു. അതിൽ തന്നെ റോയൽ മൈലിൽ കൂടെ നടത്തിയൊരു വാക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. എനിക്ക് തോന്നുന്നു എഡിൻബറ സിറ്റിയുടെ ഒരു ചാമും സ്കോട്ടിഷ് വൈബും ഒക്കെ അതിൻ്റെ കറക്റ്റ് ഇൻറ്റൻസിറ്റിയിൽ നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ റോയൽ മൈൽ ഒരു മസ്റ്റ് ഡു തിങ് ആയിട്ട് എല്ലാ സ്കോട്ടിഷ് ഐറ്റിനറിയിലും കാണുന്നത്. പിന്നെ മിൽക്ക് മാനിൽ പോകുക എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം സ്കോട്ട്ലൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ എഡിൻബറയുടെ പിക്ചേഴ്സിലൊക്കെ ഒരു ലാൻഡ്മാർക്ക് സ്ഥലമായിട്ട് ഈ മിൽക്ക് മാൻ ഷോപ്പുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ലഞ്ച് കഴിക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അത് നടന്നില്ല, ലേറ്റ് ആയിട്ടാണല്ലോ എത്തിയത്. അതുകൊണ്ട് ഒരു കേക്ക് കഴിച്ചു. ആ ക്യാരറ്റ് കേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഇത് ഇൻസ്റ്റഗ്രാം വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 7 out of 10 അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഇനിഷ്യൽ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്നത് എഡിൻബറയിലായിരുന്നു കേട്ടോ. ഇനീഷ്യൽ പ്ലാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞാനും ആൽബിയും പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി വരെ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇന്ന് എഡിൻബറയിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ചെയ്തു വെച്ചിരുന്ന ഒരു അബദ്ധം കാരണം നമുക്കതൊന്ന് ട്വീക്ക് ചെയ്യേണ്ടി വന്നു. അബദ്ധം എന്താണെന്നല്ലേ, അത് പറയാനുള്ളൊരു ത്രാണി ഇന്നില്ല. ഇത്രയും ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞാലേ. ഓൾസോ നമുക്കിനി ഒരു 3 hours കൂടെ ഡ്രൈവ് ചെയ്യണം. ഞങ്ങൾ നേരെ പോകുന്നത് ഗ്ലെൻകോയിലേക്കാണ്. അപ്പോൾ ഇന്ന് പോയി കിടന്നൊന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ഗ്ലെൻകോയിൽ വെച്ചിട്ട് നമുക്ക് കാണാം. സെക്കൻഡ് വീഡിയോ ഗ്ലെൻകോയിലെ വിശേഷങ്ങളാണ്, നമ്മൾ അവിടെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ അതും കാണണം. ഓൾസോ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു ഹിയർ ദാറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു ലേറ്റർ.